വെൽക്കം ടു വി സ്കൂൾ. എല്ലാവർക്കും സുഖമല്ലേടാ? ഓക്കെ, വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ചോ? എങ്ങനെയുണ്ടായിരുന്നു വെക്കേഷനൊക്കെ? ഓക്കെ, വെക്കേഷനൊക്കെ അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ച് സന്തോഷിച്ച് കളിച്ച് ചിരിച്ചൊക്കെ നമുക്ക് സമയമായി. എന്തിനാണ്? അടുത്ത അക്കാഡമിക് ഇയറിലേക്കുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിത് പറയുന്നത് ആരോടാണ്? 9ാം ക്ലാസ്സിലെ കുട്ടികളോടാണ് കേട്ടോ, നമ്മുടെ CBSE 9th ക്ലാസ് സ്റ്റുഡൻസിനോട്. ഓക്കെ, അപ്പൊ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ടെക്സ്റ്റ് ബുക്കിന് എന്ത് പറ്റി? പഴയ ടെക്സ്റ്റ് ബുക്ക് ആണോ ഇനി നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്? അല്ല, ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. പുതിയ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് കിട്ടിയോ? ഓക്കെ, കയ്യിൽ കിട്ടിയവരുണ്ടാവും. അല്ലെങ്കിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് CBSEയുടെ സൈറ്റിൽ പോയി നോക്കിയാൽ മതി കേട്ടോ. CBSEയുടെ സൈറ്റിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട്. അതും പുതിയ ടെക്സ്റ്റ് ബുക്ക്. നോക്കിയായിരുന്നോ? ചാപ്റ്റേഴ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നോ? അപ്പോ ഞാൻ നിങ്ങളുടെ സ്വന്തം പൂജ മിസ് ആണ്. മിസ്സിന്റെ സബ്ജക്ട് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. മിസ് പറയണോ? ഇനി കെമിസ്ട്രി തന്നെയാണ്. അപ്പൊ നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ആദ്യത്തെ പാഠം പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ആദ്യത്തെ പാഠം നിങ്ങൾക്ക് വളരെ നന്നായിട്ട് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ബുക്ക് മാറിയതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിലും ഓഫ് കോഴ്സ് എന്ത് സംഭവിക്കാം? മാറ്റം സംഭവിക്കുക. അപ്പൊ പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് എക്സ്പെക്ട് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? ഇനി 1 ഇയർ ടൈം നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പൊ ഈ 1 ഇയർ ടൈമിൽ നമ്മൾ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും കൺസെപ്റ്റുകളെല്ലാം മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. കാരണം ഈ ടെക്സ്റ്റ് ബുക്ക് മാറിയ 9th സ്റ്റുഡൻസ് 10th എത്തുമ്പോൾ അവിടെ 10th ടെക്സ്റ്റ് ബുക്ക് മാറുന്നുണ്ട്. നമുക്കറിയില്ല അത് എങ്ങനെയായിരിക്കും. അപ്പോ 9th ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ, അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ 10th ചെല്ലുമ്പോൾ അവിടെയുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അതാണടാ ഇതിന്റെ ഒരു പ്രത്യേകത. നമ്മളിപ്പോൾ മാത്സിൽ നമ്പേഴ്സ് ഒന്നും പഠിക്കാണ്ട് നമുക്ക് വലിയ ക്ലാസ്സിലെ മാത്സ് പഠിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് കെമിസ്ട്രിയുടെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ 9ാം ക്ലാസ്സിൽ നമ്മളത് തെറുവാക്കണം. നമ്മൾ ആ ഒരു ഫൗണ്ടേഷൻ നന്നായിട്ട് ബിൽഡ് ചെയ്യണം. എങ്കിലേ 10th എത്തുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് കൺസെപ്റ്റുകൾ മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോ നമ്മൾ ഇന്നത്തെ സെഷനോട് കൂടി നമ്മുടെ പുതിയ അക്കാഡമിക് ഇയറിലെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്ത കുട്ടികൾ കാണും. അവർക്ക് വേണ്ടിയിട്ട് മിസ് ഏതൊക്കെയാണ് കെമിസ്ട്രിയിൽ വരുന്ന പാഠങ്ങൾ, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഒന്ന് കാണിക്കാം. നിങ്ങൾക്ക് ഇതേ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ദ എക്സ്പ്ലോറേഷൻ എന്നാണ് നമ്മുടെ ഈ പുതിയ സയൻസ് ടെക്സ്റ്റ് ബുക്കിന്റെ പേരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്കാണ് ഈ ഒരു അക്കാഡമിക് ഇയറിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ടോട്ടല് 13 ചാപ്റ്ററുകളാണ് ഈ പറയുന്ന എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ ജനറൽ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പോലെ, സയൻസിന് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലുള്ള ചാപ്റ്ററാണ് ആദ്യത്തെ ചാപ്റ്റർ. അതിനുശേഷമുള്ള ചാപ്റ്റേഴ്സ് ബയോളജി ആണ്. അതിനിടയിൽ എന്ത് വരുന്നുണ്ട്? ഫിസിക്സും വരുന്നുണ്ട്, കെമിസ്ട്രിയും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കെമിസ്ട്രി എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എത്ര ചാപ്റ്ററാണ് കെമിസ്ട്രിക്ക് പഠിക്കാനുള്ളത്? വെറും 3 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണത്? എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് ദിയർ സെപ്പറേഷൻ, ആദ്യത്തെ ചാപ്റ്റർ. രണ്ടാമത്തേത് ജേർണി ഇൻസൈഡ് ദി ആറ്റം. മൂന്നാമത്തേത് അറ്റോമിക് ഫൗണ്ടേഷൻസ് ഓഫ് മാറ്റർ. ചാപ്റ്ററിന്റെ പേരൊക്കെ മാറിയിട്ടുണ്ട്. പഴയ എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിക്കുന്നത്? എന്തൊക്കെയായിരുന്നു? മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ് ഈസ് മാറ്റർ അറൗണ്ട് എസ് പ്യുവർ, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്, ഇങ്ങനെയായിരുന്നു ചാപ്റ്ററിന്റെ പേര്. അതിലേക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്ത് ആ പാഠത്തിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് പുതുതാക്കിയിട്ട് 3 പുതിയ ചാപ്റ്റേഴ്സ് ആക്കിയാണ് നമുക്ക് ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് ദിയർ സെപ്പറേഷൻ, അതുപോലെ തന്നെ ജേർണി ഇൻസൈഡ് ദി ആറ്റം, അറ്റോമിക് ഫൗണ്ടേഷൻസ് ഓഫ് മാറ്റർ. ഓക്കെ, അപ്പോൾ കെമിസ്ട്രിയുടെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ നമ്മൾ ഈ പറയുന്ന 3 ചാപ്റ്റേഴ്സിലായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും, ഹായ് കെമിസ്ട്രിയിൽ ആകെ 3 ചാപ്റ്ററേ ഉള്ളൂ നമുക്ക് 9th പഠിക്കാനായിട്ടുള്ളത്. പക്ഷേ മക്കളെ, നിങ്ങളൊരു കാര്യം ആലോചിക്കണം. 3 ചാപ്റ്ററേ അവർ തന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും അത്യാവശ്യം വലിയ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ കുറച്ചധികം കാര്യങ്ങൾ, ഇപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാലും കുറച്ചധികം കാര്യങ്ങൾ ആ ചാപ്റ്ററിൽ
ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക, നാളത്തേക്ക് മാറ്റി വെക്കാണ്ട് അന്നന്ന് ദിവസത്തെ നമ്മൾ പഠിച്ചത് അന്നന്ന് തന്നെ പഠിച്ചു പോകുന്നതായിരിക്കും എളുപ്പം. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മിസ്സിന് ഈ കഥാപ്രസംഗം ഒന്നും നടത്തുന്നില്ല, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. നമുക്ക് എത്രയും വേഗം ചാപ്റ്ററിലേക്ക് പോയിട്ട് ഇന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്താണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതെന്നൊന്ന് പറയാം. അതുപോലെ തന്നെ ആദ്യത്തെ ഒരു പോർഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ഒരു പോർഷൻ തന്നെയാണ്, അത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അത്ര മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ. നമുക്ക് കുഞ്ഞു ക്ലാസ്സസ് ആയിട്ട് എടുക്കാം. കാരണം ഒറ്റയടിക്ക് ഞാൻ ഇപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിൽ ഈ ചാപ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എടുത്തിടാം. പക്ഷെ നമുക്ക് മടുത്തു അല്ലെ? നമുക്കറിയാം 20 മിനിറ്റ് ആണ് ഒരാൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു കാര്യം കേട്ടിരുന്ന് പഠിക്കാനുള്ള ഒരു ഹ്യൂമൻ മൈൻഡിന്റെ ഒരു ടൈം എന്ന് പറയുന്നത് 20 മിനിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ 20 മിനിറ്റ്സ് വെച്ച് അല്ലെങ്കിൽ അതിനുള്ളിൽ തന്നെ ഓരോ ക്ലാസ്സുകളും എടുത്തു പോകാം. ഓക്കെ ആണോടാ? ക്ലിയർ ആണോടാ? ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണത്? ദേ വന്നു, എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് ദെയർ സെപ്പറേഷൻ. നമുക്ക് മിക്സ്ചേഴ്സിനെ പറ്റിയിട്ടൊക്കെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ടായിരുന്നു, പക്ഷെ സെപ്പറേഷൻ ടെക്നിക്സ് പഠിക്കാനില്ലായിരുന്നു. ആ സെപ്പറേഷൻ ടെക്നിക്സ് കൂടി നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതാണ് വന്നിരിക്കുന്ന പുതിയൊരു ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്. അപ്പൊ നമുക്ക് നോക്കാം ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ്, ഫസ്റ്റ് എന്തിനെ പറ്റിയാണ് പറഞ്ഞു തുടങ്ങുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രൊഡക്ടറി പോർഷൻ തന്നെ സയൻസിൽ ഇന്ന് വന്നിരിക്കുന്ന അഡ്വാൻസ്മെന്റിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പറയുവാണ്. അതായത് ആ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ഷുഗർ ഉണ്ടാക്കിയെടുക്കുക. ഷുഗർ നമ്മളെ എല്ലാവരുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനമാണല്ലേ. എന്താ നമ്മുടെ പഞ്ചസാര? എങ്ങനെയാ പഞ്ചസാര ഉണ്ടാക്കിയെടുക്കുന്നത്? കരിമ്പിൽ നിന്ന് അല്ലെങ്കിൽ ഷുഗർ കെയിൻ എന്ന് നമ്മൾ പറയുന്ന സാധനത്തിൽ നിന്നാണ് ഷുഗർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് ഷുഗർ കെയിൻ എടുക്കുന്നു, അതിനെ പ്രോസസ് ചെയ്ത് അതിൽ നിന്ന് ആ ഒരു ചാറ് ഊറ്റിയെടുക്കുന്നു അല്ലെ, ആ ഒരു ലിക്വിഡ് എടുക്കുന്നു. അതെടുത്ത് പിന്നെ എന്തൊക്കെയോ ബോയിലൊക്കെ ചെയ്യിപ്പിച്ചാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഷുഗർ കിട്ടുന്നത്. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ എന്ത് ചെയ്യും? ഇതൊക്കെ നോക്കിയിട്ട് പറയും, ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യുക അല്ലെ. എങ്ങനെ ബ്ലഡ് ചെക്ക് ചെയ്ത് നമുക്ക് പല കാര്യങ്ങളും അല്ലെ, എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഷുഗർ ലെവൽ അറിയാൻ വേണ്ടിയിട്ട്, കൊളസ്ട്രോൾ അറിയാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ വൈറ്റമിൻ ഡി അറിയാൻ വേണ്ടിയിട്ട്, എന്ത് കാര്യം എന്തെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ബ്ലഡിൽ നിന്ന് അറിയാനായിട്ട് പറ്റുന്നു. അപ്പോൾ എങ്ങനെയാണ് ബ്ലഡ് എടുത്തിട്ട് അതിൽ ഈ കണ്ടന്റ് ഉണ്ട് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, അതിന് എന്തൊക്കെ ടെക്നിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നിങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് തോന്നാവുന്ന ഒരു സംശയമാണ് ഇതൊക്കെ. അപ്പോൾ ആ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒത്തിരി ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വാട്ടറിന്റെ കണ്ടന്റ് ഉണ്ട്, അതിൽ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്, അതിൽ പ്ലാസ്മ ഉണ്ട്, ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾ ബയോളജിയിൽ പഠിക്കുന്നില്ലേടാ. അപ്പോൾ ഇതെല്ലാം ഉള്ള ഒരു മിക്സ്ചറാണ് ബ്ലഡ് എന്ന് പറയുന്നത്. ആ ബ്ലഡിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾ, ഇന്ന ഡിസീസ് ഉണ്ട്, ഇപ്പോൾ ഒരാൾക്ക് മലേറിയ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്കത്, അല്ലെങ്കിൽ ഒരാൾക്ക് ജോണ്ടിസ് ഉണ്ട്, ഓക്കെ അതിൻ്റെ അളവ് കൂടുതലാണ് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഈ ബ്ലഡ് ടെസ്റ്റ് വഴി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതൊക്കെ എങ്ങനെയാ പോസിബിൾ ആവുന്നത്? അപ്പോൾ അവിടെ നമ്മൾ ഈ ഓരോ സാധനങ്ങളെ സെപ്പറേറ്റ്, അതായത് ബ്ലഡ് എന്ന് പറയുന്ന മിക്സ്ചറിൽ ഓരോന്നിനെയും മാറ്റാൻ വേണ്ടിയിട്ട്, ഓരോന്നിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെത്തേഡുകൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ കുറച്ച് സെപ്പറേഷൻ ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ ഇപ്പൊ നമ്മൾ ഷുഗറിന്റെ കാര്യം പറഞ്ഞില്ലേ, ഷുഗറിൽ നിന്ന്, ആ ഷുഗർ കെയിനിൽ നിന്ന് ആ ലിക്വിഡാണ് നമ്മൾ, അതിന്റെ ജ്യൂസാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ആ ജ്യൂസിൽ നിന്ന് എങ്ങനെ ക്രിസ്റ്റൽ ഉണ്ടാക്കിയെടുക്കുന്നു അല്ലേ? ഓക്കെ, ഇതൊക്കെ അത്യാവശ്യം നമ്മളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാ ഇതൊക്കെ നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ തോന്നില്ലേടാ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആദ്യം നമുക്ക് എന്തറിയണം? നമ്മുടെ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള എന്താണ് ഒരു മിക്സ്ചർ എന്നുള്ളത്. കെമിസ്ട്രിയിലെ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, നമ്മൾ വീട്ടിൽ ഇപ്പോൾ ചായയോടെ കഴിക്കുന്ന ഒരു സ്നാക്ക് എന്താണ്? മിക്സ്ചർ. ഒത്തിരി പേർക്ക് മിക്സ്ചർ ഇഷ്ടമല്ലേ? ആ മിക്സ്ചർ എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയുണ്ട്? നമുക്ക് കപ്പലണ്ടി അല്ലെങ്കിൽ ഗ്രൗണ്ട് നട്ട്സ്, അതിന് ചില സ്ഥലങ്ങളിൽ കടല എന്ന് പറയുന്നുണ്ട്, അപ്പോൾ അതുണ്ടാവും. പിന്നെ അതിൽ നമുക്ക് ആ ഒരു ഒത്തിരി സാധനങ്ങൾ, ഇപ്പോൾ നമുക്ക് ഗാർലിക് കാണാൻ പറ്റും, അതുപോലെ തന്നെ അതിൽ ആ നൂഡിൽസ് പോലത്തെ സാധനം ഉണ്ട്, അതുപോലെ തന്നെ റൗണ്ട് ആയിട്ടുള്ള സാധനം, ഇതെല്ലാം കൂടെ ചേർന്നതാണല്ലോ നമ്മൾ കഴിക്കുന്ന മിക്സ്ചർ ആണല്ലോ.
അത് തന്നെയാണ് എന്താ ആ മിക്സ്ചർ തന്നെയാണ് നമ്മുടെ കെമിസ്ട്രിയിലെ മിക്സ്ചർ. അതായത് ഒത്തിരി സബ്സ്റ്റൻസുകൾ നമ്മളെടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നു. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് ചുറ്റും ഇപ്പൊ എന്തുണ്ട്, നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ചുറ്റും എയർ ഉണ്ട് അല്ലേ, അതിൽ നിന്നും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എല്ലാം കൂടെ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നു. അതിൽ ഓക്സിജൻ നമ്മുടെ ബോഡിക്ക് ആവശ്യമുണ്ട്, അതെടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പുറത്തേക്ക് കളയുന്നു. നമുക്ക് ബ്രീത്തിങ് ഒന്നും വേണ്ട, നമുക്ക് നമ്മുടെ ചുറ്റിനും എയർ ഉണ്ട്. ഈ എയറിൽ എന്തൊക്കെയുണ്ട്, നൈട്രജൻ ഉണ്ട്, അതുപോലെ തന്നെ ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ബാക്കിയുള്ള ഗ്യാസസുകളൊക്കെ ഉണ്ട്. നമുക്കിത് സെപ്പറേറ്റ് ചെയ്ത് കാണാനൊന്നും പറ്റില്ല, പക്ഷെ നമുക്ക് ചുറ്റും ഇത്രയും ഉണ്ട്. അപ്പൊ നമുക്ക് പറഞ്ഞൂടെ എയർ എന്ന് പറയുന്നത് എന്താണ്, ഒരു മിക്സ്ചർ ആണ് എന്ന് പറഞ്ഞൂടെ. കാരണം ഇത്രയും സാധനങ്ങൾ കമ്പൈൻ ചെയ്ത് മിക്സ് ചെയ്തിട്ടേക്കുവാണ് അല്ലെ എയറില്. അപ്പൊ എയർ എന്ന് പറയുന്നതും ഒരു മിക്സ്ചർ ആണ്. അപ്പൊ എന്താണ് ഒരു മിക്സ്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ സബ്സ്റ്റൻസുകളെ, ഓക്കെ, മിക്സ്ചർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more substances that are physically combined but not chemically bonded. അവർ തമ്മിൽ കെമിക്കലി കണക്ട് ആയിട്ടൊന്നും ഇല്ല, പക്ഷേ ഫിസിക്കലി നമ്മൾ അവരെ മിക്സ് ചെയ്ത് കിട്ടുന്ന ആ ഒരു സബ്സ്റ്റൻസ്, ആ ഒരു കോമ്പിനേഷനെയാണ് കെമിസ്ട്രിയിൽ നമുക്ക് ഒരു മിക്സ്ചർ എന്ന് വിളിക്കാനായിട്ട് പറ്റുന്നത്. മിസ് പറഞ്ഞ പോലെ എയർ എന്ന് പറയുന്നത് എന്താണ്, എയർ എന്ന് പറയുന്നത് ഒരു മിക്സ്ചർ ആണ്. കാരണം എയറിൽ എന്തൊക്കെയുണ്ട്, ഒരുപാട് ഗ്യാസ് ഉണ്ട്. ഇപ്പൊ സോയിൽ എടുത്തു കഴിഞ്ഞാൽ സോയിൽ എന്താണ്, മിക്സ്ചർ ആണ്. കാരണം സോയിലില് ഇപ്പോൾ ലീവ്സിന്റെ പാർട്ടിക്കിൾസ് കാണാം, അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന എന്തെങ്കിലും കാണാം, അതിൽ സ്റ്റോൺസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ തരിയായിട്ടുള്ള നമ്മുടെ സാൻഡ് കാണാം. അപ്പൊ സോയിൽ എന്ന് പറയുന്നത് എന്താണ്, മിക്സ്ചർ ആണ്. നമ്മൾ സീ വാട്ടർ എടുത്തു, സീ വാട്ടർ നമ്മുടെ കടലിൽ വെള്ളം എടുത്തു, അതിൽ എന്തെന്ത് ഉപ്പിന്റെ കണ്ടന്റ് ഉണ്ട്, ഓക്കെ, നമ്മുടെ സോഡിയം ക്ലോറൈഡ്, ഉപ്പ് സോഡിയം ക്ലോറൈഡ്, അപ്പൊ അതുണ്ട്, വാട്ടർ ഉണ്ട്, ബാക്കി മിനറൽസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും, വേറെ വേറെ അയോൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താ സീ വാട്ടറും എന്താണ്, മിക്സ്ചർ ആണ്. അപ്പൊ നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്ന ഒരുപാട്, അല്ലെങ്കിൽ കാണാൻ പറ്റാത്തത് എയർ കാണാൻ പറ്റില്ല, ഓക്കെ, നമുക്ക് ചുറ്റുമുള്ള ഒത്തിരി വസ്തുക്കള് എന്താണ്, നമുക്കൊരു മിക്സ്ചർ ആണ് എന്ന് പറയാം. അവരെങ്ങനെയാണ്, നമുക്ക് ഒരു കമ്പൈൻഡ് സ്റ്റേറ്റിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ദേ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ, ഇവിടെ എന്താണ്, ഹിയർ ആൽമണ്ട്സും കാഷ്യൂസും റൈസിൻസും സീഡ്സും ഒക്കെ നമ്മൾ എടുത്ത് മിക്സ് ചെയ്യുന്നു. ഇപ്പൊ വെജിറ്റബിൾ സാലഡ് മിക്സ്ചർ ആണ്. നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ബിരിയാണി, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു ഫുഡ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം മിക്സ്ചർ ആണടാ. എല്ലാത്തിലും എന്ത് എഴുതിയേക്കുവാണ്, 1, 2, 3, 4 ഒക്കെ സബ്സ്റ്റൻസുകൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. ദാറ്റ് ഈസ് വാട്ട് എ മിക്സ്ചർ ഈസ്. ഓക്കെ, അപ്പൊ ഈ മിക്സ്ചറിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കീ പോയിന്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഒന്ന് എഴുതിയെടുത്തോളണം കേട്ടോ, മിസ് അത് പറയാൻ മറന്നുപോയി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more substances that are physically combined but not chemically bonded. ഓക്കെ, ഇനി ഈ പറയുന്ന മിക്സ്ചറിന്റെ കീ പോയിന്റ്സുകൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത് ഫിസിക്കലി കമ്പൈൻഡ് ആണ്, നമ്മൾ അവരെ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്, അല്ലാതെ അവർക്കിടയിൽ എന്താ കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ ഇല്ല. കമ്പോണൻസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിസിക്കൽ മെത്തേഡ്. ഓരോ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് അവരെ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റോടാ ഈ ഒരു മിക്സ്ചർ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സിന്റെ മിക്സ്ചർ എടുത്തു, നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തു, ഓക്കെ, എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം ചെലവഴിക്കാൻ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് ഓരോന്നായിട്ട് പെറുക്കി മാറ്റിക്കൂടെ അതിൽ നിന്ന്, അതായത് അതിനെ വീണ്ടും പഴയ പോലെ ആക്കാലോ അല്ലെ. അപ്പോൾ മിക്സ്ചറിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ചില മിക്സ്ചേഴ്സ് എന്താണ്, അവരെ നമുക്ക് ഫിസിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മിക്സ്ചറിനെ പറ്റിയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ക്ലിയർ ആണോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 ടൈപ്പ് മിക്സ്ചേഴ്സ് ആണ് നമുക്ക് ചുറ്റും കാണാനായിട്ട് പറ്റുന്നത്. ദ ടൈപ്പ് ഓഫ് മിക്സ്ചേഴ്സ് ഏതൊക്കെയാണ്? 2 ടൈപ്പ് എഴുതിയെടുക്കണേ. ഒന്നാമത്തെ ടൈപ്പ് ഹോമോജിനസ് ആയിട്ടുള്ള മിക്സ്ചേഴ്സും രണ്ടാമത്തെ ടൈപ്പ് ഹെട്രോജിനസ് ആയിട്ടുള്ള മിക്സ്ചേഴ്സും. ഏതൊക്കെയാണ് 2 ടൈപ്പ് മിക്സ്ചേഴ്സ്? ഹോമോജിനസ് മിക്സ്ചേഴ്സും അതുപോലെ തന്നെ ഹെട്രോജിനസ് മിക്സ്ചേഴ്സ്. ഹോമോജിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഞാൻ ഒരു ഗ്ലാസ് വാട്ടർ എടുക്കുന്നു, അതിലേക്ക് ഞാൻ കുറച്ച് ഷുഗർ ഇടുന്നു, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നു. ഓക്കെ, മിക്സ് ചെയ്ത ശേഷം ഞാൻ ഓരോ സിപ്പ് എടുത്ത് നോക്കി ആ ഒരു വെള്ളത്തിനൊരു സ്വീറ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആ ഗ്ലാസ്സിലെ വെള്ളം മുഴുവൻ കുടിക്കുന്നു, ആ മുഴുവൻ കംപ്ലീറ്റ് അവസാനം വരെയും ആ സ്വീറ്റ് ടേസ്റ്റ് ഉണ്ടാവില്ലേ? അല്ലാണ്ട് ഞാൻ ആദ്യം എടുക്കുന്ന സിപ്പിൽ സ്വീറ്റ് ടേസ്റ്റ് ഉണ്ട്, രണ്ടാമത് എടുക്കുന്ന സിപ്പിൽ ആ ടേസ്റ്റ് ഇല്ല, അങ്ങനെയാണോ? അല്ല. നമ്മൾ ഷുഗറും വാട്ടറും കൂടെ മിക്സ് ചെയ്ത കംപ്ലീറ്റ് ആയിട്ട് ആ ഗ്ലാസ്സിലെ വെള്ളത്തിൽ മുഴുവനായിട്ട് ആ ഷുഗർ എന്ത് ചെയ്യുന്നു? ഡിസോൾവ് ആകുന്നു, അലിഞ്ഞു ചേരുന്നു. അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്ന് ഒരു സ്പൂൺ നമ്മൾ ഗ്ലാസിൻ്റെ മേലെ നിന്നെടുത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്താലും ഗ്ലാസ്സിൽ നിന്ന് താഴെ നിന്നെടുത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്താലും സെയിം ടേസ്റ്റ് ആണ്.
അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള മിക്സേഴ്സ്, അതൊരു മിക്സർ അല്ലേ, കാരണം രണ്ടുപേരും നമ്മൾ എന്ത് ചെയ്തു, മിക്സ് ചെയ്തു. ഇങ്ങനെയുള്ള മിക്സേഴ്സിനെയാണ് നമ്മൾ ഹോമോജനസ് മിക്സേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് വേർതിരിച്ച് കാണാനൊന്നും പറ്റില്ല. ഷുഗറും വാട്ടറും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് രണ്ടിനെ നമ്മൾ മിക്സ് ചെയ്തിട്ട് മിക്സ് പറയാം, ഇവിടെ ഷുഗർ ഉണ്ട്, ഇവിടെ വാട്ടർ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റൂ? ഇല്ല. കംപ്ലീറ്റ് ആയിട്ട് ആ ഷുഗർ ആ ഗ്ലാസ് ഓഫ് വാട്ടറിൽ മിക്സ് ചെയ്ത് കിടക്കുവാണ്, ആണല്ലോ. അങ്ങനെയുള്ള മിക്സേഴ്സിനെ നമുക്ക് ഹോമോജനസ് മിക്സേഴ്സ് എന്ന് പറയാം. ക്ലിയർ ആണോ? അപ്പോ എന്താ എക്സ്പ്ലനേഷൻ എന്ത് വരും? ദ കോമ്പോസിഷൻ ഈസ് യൂണിഫോം ത്രൂ ഔട്ട്. ആ ത്രൂ ഔട്ട് നമ്മൾ ആ ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിൽ ഷുഗർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ആ ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിൽ ത്രൂ ഔട്ട് ആയിട്ട് ഷുഗറിന്റെ കോമ്പോസിഷൻ, ഷുഗർ അലിഞ്ഞ് ചേർന്നിരിക്കുന്നത് ഒരേപോലെയാണ്. അതാണ് ഓരോ സിപ്പും നമുക്ക് എന്താ സെയിം ടേസ്റ്റ് തന്നെയാണ് അവസാനം വരെയും നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി ഹോമോജനസ് മിക്സർ എങ്ങനെയാണ്? ദ കോമ്പോസിഷൻ ഈസ് യൂണിഫോം ത്രൂ ഔട്ട്. യൂണിഫോം ആയിട്ടുള്ള കോമ്പോസിഷൻ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ ഓരോ കമ്പോണന്റും മിക്സ് ചെയ്തതിന് ശേഷം ഓരോ ആൾക്കാരെ ഡിഫറെന്റ് ആയിട്ട് എടുത്തു പറയാനായിട്ട് നമുക്ക് പറ്റില്ല. ദേ ആർ നോട്ട് വിസിബിളി ഡിസ്റ്റിന്റ്. അത് നമുക്ക് പറയാൻ പറ്റില്ല, ദേ ഇവിടെ കുറച്ച് പഞ്ചസാരയുണ്ട്, ഇവിടെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ അതിൽ ഡിസോൾവ് ചേരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സോൾട്ട് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഇപ്പൊ നമ്മുടെ ചുറ്റിനുള്ള എയർ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, എയർ എടുത്തിട്ട് നമുക്ക് പറയാൻ പറ്റുമോ, ദേ ഇവിടെ കുറച്ച് ഓക്സിജൻ ആണുള്ളത് എങ്കിൽ ഇവിടെ കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കമ്പോണൻസിനെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വിസിബിൾ അല്ല. ഈ കമ്പോണൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വിസിബിൾ അല്ല. അങ്ങനെയുള്ള മിക്സറിനെയാണ് നമുക്ക് ഹോമോജിനസ് മിക്സർ എന്ന് പറയാനായിട്ട് പറ്റുന്നത്. എക്സാമ്പിൾ ഇതേ തന്നിട്ടുണ്ട്. ഓക്കെ, എന്താ? ഷുഗർ ഇൻ വാട്ടർ, വിനീഗർ, നമ്മൾ വീട്ടിൽ അച്ചാറിടാനൊക്കെ യൂസ് ചെയ്യുന്ന വിനീഗർ. ഓക്കെ, അസറ്റിക് ആസിഡും വാട്ടറും കൂടി മിക്സ് ചെയ്തതാണ്. അതുപോലെ തന്നെ സോഡ, നമ്മൾ കുടിക്കുന്ന സോഡ, അതെന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ഗ്യാസ് എടുക്കുന്നു, ഹൈ പ്രഷർ കൊടുത്ത് നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുമ്പോഴാണ് നമുക്ക് സോഡ വാട്ടർ കിട്ടുന്നത്. ആ സോഡ വാട്ടർ എന്താണ്? ആ ഒരു ഹോമോജനസ് മിക്സറാണ്. കാരണം അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ, വാട്ടർ ഇവിടെ, അങ്ങനെയാണോ? അല്ല. അതൊരു യൂണിഫോം ആയിട്ട് എന്താണ്, ത്രൂ ഔട്ട് യൂണിഫോം കോമ്പോസിഷൻ ഉള്ള, നമുക്ക് കമ്പോണൻസിനെ ഒന്നും വിസിബിൾ ആയിട്ട് എന്താണ് കാണാൻ പറ്റാത്ത, കമ്പോണൻസിനെ ഒന്നും കാണാൻ പറ്റാത്ത ടൈപ്പ് ഒരു മിക്സറാണ് ഹോമോജനസ് മിക്സർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതേസമയം ഹെട്രോജനസ് മിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുക്കുന്നു, കുറച്ച് ചോക്ക് പൗഡർ എടുത്ത് ഞാൻ മിക്സ് ചെയ്യുന്നു. ഓക്കെ, ചോക്ക് പൗഡർ മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ചോക്ക് പൗഡർ എല്ലാം താഴെ സെറ്റിൽ ചെയ്ത് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. വാട്ടർ മേലെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദേ ഇവിടെ കുറച്ച് സാൻഡും വാട്ടറും കൂടി മിക്സ് ചെയ്ത പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ദേ സാൻഡ് താഴെ ഉണ്ട്, വാട്ടർ മേലെ നിൽക്കുവാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. ഇനി ഒരുപോലെയാണോ എന്താ കോമ്പോസിഷൻ? ഏറ്റവും ടോപ്പിൽ ദേ ഇത് മുതൽ ഇതുവരെ എന്താ ആ സാൻഡിന്റെ കോമ്പോസിഷൻ ത്രൂ ഔട്ട് ഒരുപോലെയാണോ? യൂണിഫോം ആയിട്ടാണോ? അല്ല. സാൻഡ് ഉള്ളത് ഏറ്റവും താഴെ മാത്രമാണ്, വാട്ടർ മേലെ മാത്രമേ ഉള്ളൂ. അപ്പോൾ യൂണിഫോം ആയിട്ടല്ല, നോൺ യൂണിഫോം ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ കോമ്പോസിഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മിക്സേഴ്സിനെയാണ് നമ്മൾ ഹെട്രോജനസ് മിക്സേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹെട്രോജനസ് മിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കോമ്പോസിഷൻ ഈസ് നോട്ട് യൂണിഫോം ത്രൂ ഔട്ട് ആൻഡ് ദ കമ്പോണൻസ് ആർ വിസിബിളി ഡിസ്റ്റിങ്ക്റ്റ്. നമുക്ക് എടുത്ത് പറയാൻ പറ്റും, ഇതാണ് ഈ സാധനം, ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സാൻഡ് ആണ്, ഇത് വാട്ടർ ആണ്, നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്ക് വേറൊരു മിക്സർ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമ്മളെടുത്ത് മിക്സ് ചെയ്തു, നമുക്ക് പറയാൻ പറ്റൂലേ ഇത് ആൽമണ്ട് ആണ്, ഇത് കാഷ്യൂ ആണ്. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ കോമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാലും ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ ആദ്യത്തെ ഒരു സ്പൂൺ എടുത്തു, അതിൽ ചിലപ്പോൾ ഒരു 3 ആൽമണ്ടും 2 കാഷ്യൂ നട്ടും ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. രണ്ടാമത്തെ സ്പൂണിൽ ആൽമണ്ടേ കാണില്ല, അവിടെ റൈസിനും കാഷ്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓരോ സ്പൂണും ആ ടേസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു മിക്സറിനെ നമുക്ക് ഹെട്രോജനസ് മിക്സേഴ്സ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? എളുപ്പമാണിത്. 2 ടൈപ്പ് മിക്സേഴ്സിനെ പറ്റിയ ജസ്റ്റ് മിസ് പറഞ്ഞുള്ളൂ, ഹോമോജിനസ് മിക്സേഴ്സും അതുപോലെ തന്നെ ഹെട്രോജിനസ് മിക്സേഴ്സ്. അപ്പോൾ ഹോമോജിനസ് മിക്സേഴ്സിനെ പറ്റി ഓർത്ത് വെക്കേണ്ടത്, കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരുപോലെയാണ്, യൂണിഫോം ആണ്. അതുപോലെ തന്നെ കമ്പോണൻസിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റില്ല. ഇനി നമ്മൾ ഹെട്രോജിനസ് എടുത്തു കഴിഞ്ഞാൽ നോൺ യൂണിഫോം ആയിട്ടുള്ള കോമ്പോസിഷൻ ആണ്. അതുപോലെ തന്നെ കമ്പോണൻസ് ആർ വിസിബിൾ സെപ്പറേറ്റ്ലി. ഇനി ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഒരു ഹോമോജിനസ് മിക്സറിനെ നമുക്ക് മറ്റൊരു പേരിലും വിളിക്കാം. മിസ് ഇവിടെ എഴുതുന്നുണ്ട് മറ്റൊരു പേര്. എന്താ ഹോമോജിനസ് മിക്സറിന്റെ?
നമുക്ക് അതിനെ വേണമെങ്കിൽ സൊല്യൂഷൻ എന്ന് വിളിക്കാം. ഓക്കെ, എന്തെന്ന് വിളിക്കാം? നമുക്ക് സൊല്യൂഷൻ എന്ന് വേണമെങ്കിലും ഒരു ഹോമോജിനസ് മിക്സ്ചറിനെ നമുക്ക് വിളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അതേസമയം ഹെട്രോജനസ് മിക്സ്ചർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനെ ഒന്നെങ്കിൽ സസ്പെൻഷൻ എന്നോ, ഓക്കെ, ടൈപ്പ് നോക്കിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ സസ്പെൻഷൻ എന്നോ അല്ലെങ്കിൽ അതിനെ കൊളോയിഡ് എന്നോ വിളിക്കാനായിട്ട് പറ്റും. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഹോമോജനസ് മിക്സ്ചർ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സൊല്യൂഷൻ എന്ന് വിളിക്കാം. ഹെട്രോജനസ് ആണെന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ എന്നോ അല്ലെങ്കിൽ കൊളോയിഡ് എന്നോ വിളിക്കാം. എപ്പോൾ സസ്പെൻഷൻ എന്ന് വിളിക്കും, ഏതൊക്കെ ഹെട്രോജനസ് മിക്സ്ചേഴ്സിനെയാണ് കൊളോയിഡ് എന്ന് വിളിക്കുക, ഇതൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ നമ്മളിന്ന് പഠിക്കുന്നുള്ളൂ. ഇനി ഒരു ആക്ടിവിറ്റിയോട് പറഞ്ഞിട്ട് മിസ്സിന്റെ പാടോക്കി പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഒന്ന് പഠിച്ച് ക്ലിയർ ആക്കിയിട്ട് വരണം. ഓക്കെ, ജസ്റ്റ് ഒന്നും പറഞ്ഞില്ല, ഇതൊരു ഇൻട്രോഡക്ടറി സെഷൻ ആയിരുന്നു. നമ്മൾ മിക്സ്ചേഴ്സ്, ഹോമോജനസ് എന്താ, ഹെട്രോജനസ് എന്താന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എക്സ്പെരിമെന്റ് എന്താണ്? നമുക്ക് പല ടൈപ്പ് മിക്സ്ചേഴ്സിനെ എടുത്തുനിന്ന് കമ്പയർ ചെയ്ത് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ്, ഒരു ആക്ടിവിറ്റിയാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. ഓക്കെ, വി വിൽ പ്രിപ്പയർ 3 മിക്സ്ചേഴ്സ്. എന്തൊക്കെയാണ്? ആദ്യത്തേത് എ എന്ന് പറയുന്നത് സോൾട്ടും വാട്ടറും കൂടെ മിക്സ് ചെയ്യുന്നു. രണ്ടാമത്തേത് ചോക്ക് പൗഡറും വാട്ടറും കൂടി. മൂന്നാമത്തേത് മിൽക്കും വാട്ടറും കൂടി നമ്മൾ മിക്സ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 50 ml വാട്ടർ എടുക്കുന്നു. എല്ലാ ബീക്കറിലും എടുത്തിട്ട് ഓരോന്നിലും ഓരോന്ന്. ആദ്യത്തേൽ ഏതാ നമ്മൾ മിക്സ് ചെയ്തത്? സോൾട്ട് ആണ്. രണ്ടാമത്തേൽ ഏതാണ്? ചോക്ക് പൗഡർ ആണ്. ഇതിൽ മിക്സ് ചെയ്തത്. നിങ്ങൾക്ക് ആ കളർ കാണാൻ പറ്റുന്നുണ്ടോ? ഇനി മൂന്നാമത്തതിൽ മിൽക്കും വാട്ടറും കൂടിയാണ് നമ്മൾ മിക്സ് ചെയ്തത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. വിസിബിലിറ്റി നോക്കുക. അതായത് നമുക്ക് ഓരോ മിക്സ്ചറിലും അതിൽ നമ്മൾ ഏത് സാധനമാണ് ആഡ് ചെയ്തത്. ഇപ്പൊ ആദ്യത്തേൽ നമ്മൾ സോൾട്ട് ആഡ് ചെയ്തു, അതിനെ കാണാൻ പറ്റുന്നുണ്ടോ? രണ്ടാമത്തേൽ ചോക്ക് പൗഡർ ആഡ് ചെയ്തു, അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എ എടുത്തു. ആദ്യത്തെ സൊല്യൂഷനിൽ നമ്മൾ സോൾട്ടും വാട്ടറും അല്ലേ ഇടുക? സോൾട്ടും വാട്ടറും ആണ് അവിടെ. അത് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സോൾട്ട് കാണാൻ പറ്റുമോ? ഇല്ല, സോൾട്ടിനെ കാണുന്നില്ല. അതായത് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നില്ല. പാർട്ടിക്കിൾസ് ആർ നോട്ട് വിസിബിൾ. രണ്ടാമത്തേൽ നമ്മൾ ചോക്ക് പൗഡറും വാട്ടറും കൂടിയാണ് മിക്സ് ചെയ്തത്. നമുക്കറിയാം, ചോക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ ആ ചോക്കിന്റെ പൊടി ഇങ്ങനെ, പൗഡർ ഇങ്ങനെ ആ വാട്ടറിൽ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കേസിൽ ബി എന്ന് പറയുന്ന ബീക്കറിൽ നമുക്ക് കാണാൻ പറ്റും. പാർട്ടിക്കിൾസ് ആർ വിസിബിൾ. ഇനി മിൽക്കും വാട്ടറും കൂടെ മിക്സ് ചെയ്തു. ഓക്കെ, നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? അതായത് ഇപ്പോൾ ഓയിലും വാട്ടറും കൂടെ നമ്മളൊരു ബീക്കർ എടുത്തിട്ട് ഓയിലും വാട്ടറും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ താഴെ, അതുപോലെ തന്നെ ഓയിൽ അതിൻ്റെ മേലിങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സെപ്പറേറ്റ് പറയാം. അതുപോലെയാണോ മിൽക്കും വാട്ടറും? അല്ല, അത് കംപ്ലീറ്റ് ആയിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യും. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മിൽക്ക് ഏതാ വാട്ടർ ഏതാന്ന് പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് നോട്ട് ക്ലിയർലി വിസിബിൾ ഇൻ ബീക്കർ സി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ വിസിബിലിറ്റി ചെക്ക് ചെയ്തു. 3 ബീക്കർ എടുത്തു. 3 സാധനങ്ങളാണ് നമ്മൾ മിക്സ് ചെയ്തത്. എന്നിട്ട് ആ മിക്സ്ചറിന്റെ ആ കമ്പോണന്റിനെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? എയിലും സിയിലും നമുക്ക് പാർട്ടിക്കിൾസിനെ കാണാൻ പറ്റില്ല. അതേസമയം ബി എന്ന് പറയുന്ന ബീക്കറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ അല്ലേടാ? ഇനി അടുത്തത് നമ്മൾ ലേസർ ലൈറ്റ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുവാണ്. അതായത് ലേസർ ലൈറ്റ് കണ്ടിട്ടില്ലേ? അത് നമ്മൾ ഈ ഓരോ സാധനത്തിൽ കൂടിയും ഓരോ മിക്സ്ചറിൽ കൂടിയും നമ്മൾ പാസ് ചെയ്ത് വിടുവാണ്. ഓക്കെ, അപ്പോൾ പാസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, ലേസർ ബീമിലേക്ക് ഡയറക്റ്റ് നോക്കാൻ പാടില്ല. അത് നമ്മുടെ ഐക്ക് പെർമനന്റ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു വാർണിംഗ് അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ പാസ് ചെയ്യുന്നു. പാസ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ഒബ്സർവേഷൻ കിട്ടുക? ആദ്യത്തെ നമ്മുടെ സോൾട്ടും വാട്ടർ എടുക്കുന്നു. അതിൽ കൂടി ലേസർ പാസ് ചെയ്തപ്പോൾ ലേസർ പോകുന്ന വഴി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആ ഒരു എന്താണ് മിക്സ്ചറിനകത്തൂടി ഇല്ല, ആ പാത്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ബീം ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ പാത്ത് ഓഫ് ലൈറ്റ് നോട്ട് വിസിബിൾ. ആദ്യത്തെ സോൾട്ടും വാട്ടറും ആയിട്ടുള്ള ആ ഒരു മിക്സ്ചറിൽ കൂടി ലൈറ്റ് പാസ് ചെയ്തപ്പോൾ നമുക്ക് കാണാനേ പറ്റുന്നില്ല. അത് പോകുന്ന വഴി കാണത്തില്ല. ദ പാത്ത് ഓഫ് ലൈറ്റ് ഈസ് നോട്ട് വിസിബിൾ ഓർ ദ ബീം ഈസ് നോട്ട് വിസിബിൾ. രണ്ടാമത് ആ ചോക്ക് പാർട്ടിക്കിൾസ് ഇല്ലേടാ, അത് മിക്സ് ചെയ്ത മിക്സ്ചറിൽ കൂടി ലേസർ ബീം കടത്തി വിട്ടപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പാത്ത് ഓഫ് ലൈറ്റ് ഈസ് വിസിബിൾ ഓർ ദ ബീം ഈസ് വിസിബിൾ. ഇനി മൂന്നാമത്തേത് ഇവിടെ മിൽക്കും വാട്ടറും കൂടി എടുത്ത മിക്സ്ചറിനകത്ത് കൂടി നമ്മൾ ലേസർ ലൈറ്റ് പാസ് ചെയ്യുമ്പോഴും നമുക്ക് അവിടെ പാത്ത് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ബീം കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ലേസർ ലൈറ്റ് ഉപയോഗിച്ച് ടെസ്റ്റ് നടത്തിയപ്പോഴും നമുക്ക് മനസ്സിലായി ആദ്യത്തെ മിക്സ്ചറിൽ, ഓക്കെ, ഫസ്റ്റ് മിക്സ്ചറിൽ ലൈറ്റിന്റെ പാത്ത് കാണാൻ പറ്റില്ല, ബീം വിസിബിൾ അല്ല. അതേസമയം രണ്ടാമത്തെ മൂന്നാമത്തെ മിക്സ്ചറിൽ ബീം ഈസ് വിസിബിൾ. ക്ലിയർ ആണോ? അപ്പോൾ ലൈറ്റ് ടെസ്റ്റ് നമ്മൾ ചെയ്തു, കമ്പോണൻസിന്റെ വിസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്തു, ലൈറ്റ് ടെസ്റ്റും നമ്മൾ ചെയ്തു. ഇനി എന്താ ചെയ്യുന്നത്?
predict what happens if we leave the mixtures undisturbed for a few minutes. ഇനി കുറച്ചു നേരം അനക്കാണ്ട് ഇത് ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ സോൾട്ടും വാട്ടറും കൂടെ മിക്സ് ചെയ്ത മിക്സർ കുറച്ച് നേരം ഒന്നല്ല, ഇനി 2 ദിവസം അവിടെ വെച്ചിരുന്നു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. നോ ചേഞ്ച്. അത് ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേസമയം നമ്മുടെ ചോക്ക് പൗഡറും വാട്ടറും കൂടി മിക്സ് ചെയ്തതിട്ട് നമ്മൾ കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ചോക്ക് പൗഡർ എന്ത് ചെയ്യുന്നതാണ്, താഴെ സെറ്റിൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു? സെറ്റിൽ ഡൗൺ ചെയ്യുന്നു. വാട്ടർ, ക്ലിയർ വാട്ടർ ടോപ്പിലായിട്ടും വാട്ടർ താഴെ റെസിഡ്യൂ അടിഞ്ഞു കൂടുന്നത് സെറ്റിൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ സി എടുക്കുന്നു. വാട്ടറും മിൽക്കും ആയിട്ടുള്ള മിക്സ്ചർ 2 ദിവസം നമ്മൾ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂർ നമ്മൾ അവിടെ അനക്കാതെ നമ്മൾ ലീവ് ചെയ്തിരുന്നാൽ അവിടെ ക്ലിയർ ആയിട്ടുള്ള പ്രത്യേകിച്ച് സെറ്റിലിംഗ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അത് മിൽക്കി ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് സമയം വെച്ചിരിക്കുമ്പോൾ എയും സിയും, ഓക്കെ, നമ്മുടെ സോൾട്ടും വാട്ടറും മിൽക്കും വാട്ടറും അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അത് അങ്ങനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇരിക്കുന്നത്. ചേഞ്ച് ഒന്നുമില്ല, ക്ലിയർ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. മിൽക്കാണെങ്കിൽ മിൽക്കി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ബി, നമ്മുടെ ചോക്ക് പൗഡറും വാട്ടറും ആയിട്ടുള്ള മിക്സ്ചർ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പാർട്ടിക്കിൾസ് താഴെ സെറ്റിൽ ഡൗൺ ചെയ്തു. 2 ലെയർ, സെപ്പറേറ്റ് 2 ലെയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. അതിന്റെ അർത്ഥം ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി, ഇവരെല്ലാവരും പല ടൈപ്പ് മിക്സ്ചർ ആയതുകൊണ്ടാണ് നമുക്ക് എന്താണ് ഇങ്ങനെ ചിലവരില് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നതും ചിലരില് കാണാൻ പറ്റാത്തത്. ഇനി അടുത്തത് ഫിൽട്രേഷൻ ടെസ്റ്റ് ആണ്. നമ്മൾ ഫിൽട്ടർ ചെയ്ത് നോക്കുവാണ്. അതായത് ഒരു ഫിൽട്രേഷൻ അപ്പാരറ്റസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഓരോ മിക്സ്ചറും നമ്മൾ ഫിൽട്ടർ ചെയ്യുവാണ്. ഫിൽട്ടർ പേപ്പറിൽ കൂടി നമ്മൾ അരിച്ചൊഴിക്കുവാണ്. ഓക്കെ, സോൾട്ടും വാട്ടറും അരിച്ചൊഴിക്കുന്നു. എന്തെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടോ? ഒന്നും കിട്ടില്ല. ഓക്കെ, നോ റെസിഡ്യൂ. ഓക്കെ, ഓൺ ദ ഫിൽട്ടർ പേപ്പർ. ചോക്ക് പൗഡറും വാട്ടറും ആയിട്ടുള്ള മിക്സറും നമ്മൾ അരിച്ചൊഴിക്കുമ്പോൾ ഫിൽട്ടർ പേപ്പറിൽ ചോക്ക് പൗഡർ തങ്ങി നിൽക്കും, ബാക്കി വാട്ടർ എന്ത് ചെയ്യുന്നു, അത് ഊർന്നു പോവുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് റെസിഡ്യൂ കിട്ടുന്നു. റെസിഡ്യൂ റിമൈൻസ്. മിൽക്കും വാട്ടറും കൂടെ എടുക്കുമ്പോൾ അവിടെ റെസിഡ്യൂ ഒന്നുമില്ല, അത് ആ ഒരു ഫിൽട്ടർ പേപ്പറിൽ കൂടി പാസ് ചെയ്ത് പോകുന്നു. അപ്പോൾ ബിയിൽ നമുക്ക് എന്ത് കിട്ടും? റെസിഡ്യൂ. ഫിൽട്ടർ പേപ്പറിൽ ചോക്ക് പൗഡർ തങ്ങി നിൽക്കുന്നു, ബാക്കി 2ലും ഒരു റെസിഡ്യൂ ഇല്ല. മറ്റൊരു ടെസ്റ്റ് ചെയ്തപ്പോഴും നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്താണ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ എടുത്ത ഈ 3 ടൈപ്പ്, എയും ബിയും സിയും, സോൾട്ടും വാട്ടറും ചോക്ക് പൗഡറും വാട്ടറും അതുപോലെ തന്നെ മിൽക്കും വാട്ടർ, ഇത് 3 ടൈപ്പ് മിക്സ്ചേഴ്സ് ആണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മിക്സ്ചേഴ്സ് ആണ്. കാരണം അവരുടെ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആണ്. പല പ്രോപ്പർട്ടീസ് ആണ് അവർ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള ഇങ്ങനെ നമ്മൾ എടുക്കുന്ന മിക്സ്ചറുകളെല്ലാം ഒരേ ടൈപ്പ് മിക്സ്ചേഴ്സ് അല്ല. ഇപ്പൊ ഹോമോജിനസ്, എല്ലാം ഹോമോജിനസ് ആണ് അല്ലെങ്കിൽ എല്ലാം മെട്രോജിനസ് ആണ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പല ടൈപ്പ് ഉണ്ട്. ഇപ്പൊ എയും ബിയും സിയും എടുത്തു കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് ഹോമോജിനസ് ആയിരുന്നു, സോൾട്ടും വാട്ടറും ആയിട്ടുള്ള. കാരണം എന്താണ്? പാർട്ടിക്കിൾസിനെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അത് പോകുന്ന വഴി നമുക്ക് കാണാൻ പറ്റില്ല. ഫിൽട്ടർ ചെയ്യുമ്പോൾ റെസിഡ്യൂ ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, പിന്നെ നമ്മൾ കുറച്ചു നേരം ലീവ് ചെയ്യുമ്പോൾ അത് സെറ്റിൽ ഡൗൺ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഒരു ഹോമോജിനസ് മിക്സ്ചറിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അതേസമയം ഹെട്രോജിനസ് മിക്സ്ചർ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ബിയും സിയും ഹെട്രോജിനസ് ആണ്. കാരണം ബിയിൽ നമുക്ക് പാർട്ടിക്കിൾസിനെ കാണാൻ പറ്റുന്നുണ്ട്, 2ൽ കൂടിയും എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റിന്റെ പാത്ത് നമുക്ക് വിസിബിൾ ആണ്. ഇനി ഒന്നിൽ റെസിഡ്യൂ കിട്ടും, ഒന്നിൽ റെസിഡ്യൂ കിട്ടത്തില്ല. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. ഏതായിരുന്നു അത്? നമ്മൾ കുറച്ചു നേരം ലീവ് ചെയ്യുമ്പോൾ ബിയിൽ സെറ്റിൽ ഡൗൺ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും, സിയിൽ അങ്ങനെ സെറ്റിൽ ഡൗൺ ചെയ്യുന്നില്ല. എന്നിരുന്നാലും ബിയും സിയും ഹെട്രോജിനസ് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ബിയും സിയും ഹെട്രോജിനസ് ആണ്. ഇനി ഹെട്രോജിനസിൽ തന്നെ സസ്പെൻഷൻ ആണോ അതോ കൊളോയിഡ് ആണോ എന്നൊക്കെ ഉള്ളത് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നൊന്നും പഠിച്ചില്ല, അങ്ങനെ എക്സ്ട്രാ ഒത്തിരി കാര്യങ്ങളൊന്നും പഠിച്ചില്ല. ജസ്റ്റ് എന്താണ് ഒരു മിക്സ്ചർ, വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് മിക്സ്ചേഴ്സ് ആൻഡ് എക്സ്പെരിമെന്റ്. എക്സ്പെരിമെന്റ് എന്തായാലും പഠിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമുക്കൊന്നും പുതിയ ടെക്സ്റ്റ് ആയതുകൊണ്ട് നമുക്കറിയില്ല, നമുക്കൊന്നും തന്നെ മിസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ എല്ലാവരും പഠിച്ചിട്ട് വരണം. വരൂലേ? ഓക്കേടാ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.